അലീനയുടെ പിറന്നാളിന് എല്ലാവരും സമ്മാനങ്ങൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അവധുക്കുട്ടിയാണെങ്കിൽ ചിന്നമ്മ പണ്ട് സൂക്ഷിച്ചിരുന്ന അവളുടെ സ്വർണ്ണാഭരണങ്ങളാണ് കേട്ടോ കൊടുക്കുന്നത്. തൻ്റെ ഭാര്യ മരിച്ചപ്പോൾ തന്നെ ഏൽപ്പിച്ച സ്വർണ്ണാഭരണങ്ങളാണത്. ആ മടപ്പെട്ടിയിൽ നിന്നും ആ സ്വർണ്ണങ്ങൾ അലീനയ്ക്കായി നൽകുന്നുണ്ട്. എൽസമ്മയും ടെൽസയും ഇത് കണ്ട് സങ്കടപ്പെടുമ്പോൾ, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്കുള്ളതെല്ലാം ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എന്തായാലും സ്റ്റാലിയുടെ മക്കൾക്ക് എനിക്ക് ഒരു വേർതിരിവുമില്ല. പിന്നെ ചിന്നമ്മയുടെ അതേ രൂപമുള്ള ഈ കുഞ്ഞു ചിന്നമ്മയോട് എനിക്കൊരു കൂടുതൽ ഇഷ്ടം അത്രേ ഉള്ളൂ. ഇത്രയും വർഷം അനാഥ കുഞ്ഞായിട്ട് വളർന്ന കുഞ്ഞല്ലേ, അതുകൊണ്ട് ചെറിയ ഇഷ്ടക്കൂടുതൽ എന്ന് പറയുമ്പം എൽസമ്മ പറയാണ്, അതിനൊന്നും എനിക്ക് സാരില്ല അപ്പച്ച. ആ കുട്ടിക്ക് കൊടുക്കുന്നതിൽ എനിക്കൊരു സങ്കടമില്ല. ഇത്രയും വർഷക്കാലം അമ്മയാരാ അച്ഛനാരാന്നറിയാതെ ഒരു അനാഥയായിട്ട് വളർന്ന പെൺകുട്ടിയല്ലേ, അവൾക്ക് കൊടുക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് എൽസമ്മ പറയുന്നുണ്ട്. എൽസമ്മ സ്റ്റാലിയുടെ വൈഫാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാലിന് കൊടുക്കുന്നത് വില കൂടിയ ഒരു കാറാണ് കേട്ടോ. ആ കാറ് കാണുമ്പോൾ തന്നെ നമ്മുടെ അലീനയ്ക്ക് ബോധം പോകുന്നുണ്ട്. പപ്പ, ഇത്രയും വില കൂടിയ കാറിൻ്റെ ആവശ്യം എന്തായിരുന്നു, ഇതുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ, സ്റ്റോപ്പ് ഇറ്റ് അലീന, നീ പറയാൻ പോണെന്താന്ന് എനിക്ക് മനസ്സിലായി. 10 പെൺകുട്ടികളുടെ കല്യാണം നടത്തായിരുന്നു, കുറെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാമായിരുന്നു എന്നൊക്കെയല്ലേ. അതിനുള്ള കാശ് എൻ്റെ കയ്യിൽ വേറെയുണ്ട്. നീ പറഞ്ഞാൽ മതി. നിന്റെ പിറന്നാളിന് നമ്മൾ ഇഷ്ടം പോലെ അനാഥാലയങ്ങൾക്ക് കൊടുത്തതാണല്ലോ, ഇനിയും പറഞ്ഞാൽ മതി. എവിടെ വേണമെന്ന് നീ പറഞ്ഞോ എന്ന് പറയുമ്പം, ഒരുപാട് താങ്ക്സ് ഉണ്ടച്ചാ. എൻ്റെ പിറന്നാളിന് അച്ഛൻ ഈ ഗിഫ്റ്റ് തന്നു, അതിലും വലിയ ഗിഫ്റ്റ് ആയിരിക്കും അച്ഛൻ എനിക്ക് തരാൻ പോകുന്നത്. അനാഥാലയങ്ങളിലെ കുട്ടികൾക്ക് അവർക്ക് കൊടുക്കുന്നതിന് വലിയ ഗിഫ്റ്റൊന്നും എനിക്ക് വേറെയില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തു തരാം എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇറ്റ്സ് മീ യാസിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. സ്റ്റാൻലി അലീനയ്ക്കായി ഒരു ബർത്ത്ഡേ പാർട്ടി തന്നെ ഉണ്ടാക്കുന്നത്, ഒരു ഫംഗ്ഷൻ റെഡിയാക്കുകയും കൊല്ലപ്പള്ളിയിൽ നിന്നും അതുപോലെ കടപ്പാട്ടൂരിൽ നിന്നൊക്കെ എല്ലാവരും വരികയും ആ ഒരു ഫംഗ്ഷൻ ഗ്രാൻഡ് ആക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്റ്റാൻലി അപ്പോഴാണ് അലീനയ്ക്ക് ആ കാർ സമ്മാനമായി നൽകിയത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇറ്റ്സ് മീ യാസിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻലിയും അലീനയും ചേർന്ന് കുറേ അനാഥാലയങ്ങൾ സന്ദർശിക്കുകയാണ്. ഓരോ സ്ഥലത്തും കുറേ സാധനങ്ങളും പണവും അതുപോലെ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പുത്തനുടുപ്പും എല്ലാം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവസാനമായി കഴക്കൂട്ടത്തുള്ള ഒരു ഓർഫനേജിലും കൂടി പോവാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അലീനയ്ക്ക് തൻ്റെ സ്നേഹനികേതം ഓർമ്മ വരുന്നത്. ഇപ്പോൾ അവിടെ വേറെ സ്ഥാപനമാണ്. തൻ്റെ പഴയ ആ ഒരു സ്നേഹനികേതനം അവിടെ ഇല്ല. അതോർക്കുമ്പം അലീന വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. എന്താ മോളെ എന്നും ചോദിച്ചുകൊണ്ട് സ്റ്റാൻലി ചേർത്ത് പിടിക്കുമ്പം, ഇവിടെയായിരുന്നു പപ്പ ഞാൻ കുറേ വർഷം ജീവിച്ചത്. 23 വർഷക്കാലം. ഞാൻ മാത്രമല്ല, എൻ്റെ രേവതിക്കുട്ടി, എൻ്റെ ചിന്നമോൾ, അങ്ങനെ അവിടുത്തെ അന്താവാസികളായ കുറേ പേർ, എൻ്റെ മമ്മി, എല്ലാവരും കൂടി ജീവിച്ച സ്ഥലമാണിത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ വേറെ ആൾക്കാരാ എന്ന് പറയുമ്പം, അവരെ അവിടെ മാറ്റിയിട്ട് നിന്റെ സ്നേഹനികേതനം നിനക്ക് പഴയതോടെ തുടങ്ങണമെന്ന് ചോദിക്കുമ്പം, ആണ് പപ്പ, എങ്കിൽ പപ്പ എനിക്ക് ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും, ഏറ്റവും വലിയ സമ്മാനമായിരിക്കുമോ എന്നൊക്കെ പറയുമ്പം, ആട്ടെ, സമയമാവട്ടെ, അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം, നീ വിഷമിക്കാണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. കുറേ അനാഥാലയങ്ങൾ സന്ദർശിച്ച് ചിന്നമോളെയും പോയി കാണുകയാണ് രണ്ടുപേരും കൂടി. അങ്ങനെ ചിന്നമോളെ കാണുമ്പം സ്റ്റാൻലിക്ക് ചെറിയൊരു പന്തികേട് തോന്നുന്നുണ്ട്. എന്താ പപ്പ എന്ന് ചോദിക്കുമ്പം, ഇത് അസല് ഷെറിൻ്റെ കുട്ടിക്കാലം പോലെ തന്നെയുണ്ടല്ലോ എന്ന് പറയുമ്പം, ഏത് ഷെറിൻ? നമ്മുടെ റാണി ആൻറ്റിയോ? അതെ, റാണിയുടെ അതേ ഷേപ്പ് എന്ന് പറയുകയാണ്. അങ്ങനെ പഴയ ചിന്നമ്മളുടെ ആ ഫോട്ടോ എടുത്ത്, അതായത് റാണിയുടെ പഴയ കുഞ്ഞിലത്തെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. നോക്കുമ്പം ചിന്നമ്മളുടെ അതേ രൂപം, അതേ ഭാവം. അപ്പോൾ സ്റ്റാലിൽ ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ ഷെറിൻ്റെ കുഞ്ഞിനെ അന്വേഷിക്കുകയാണല്ലോ, ഒരുപക്ഷെ ഇതായിരിക്കുമോ ഷെറിൻ്റെ കുഞ്ഞ് എന്ന് പറയുമ്പം, അറിയില്ല പപ്പ, ഇങ്ങനെയായിരുന്നല്ലോ എൻ്റെ കഥ, അതുപോലെ തന്നെ രേവതക്കുട്ടിയുടെയും. പലരും പല സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടതാണല്ലോ ഈ കുഞ്ഞുങ്ങളെല്ലാം. അവർക്കൊക്കെ അപ്പോഴത്തെ അവരുടെ കാര്യം മാത്രം നടന്നാൽ മതി. അതിനുവേണ്ടി അവർ തകർക്കുന്നത് ഒരു മനുഷ്യജീവിതമാണെന്നൊന്നും അവർ കരുതുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. ചിന്നമോളെ പോയി കോരിയെടുക്കാണ് അലീന. അങ്ങനെ അവിടെയുള്ളവർ ഓർമ്മകളുടെ കാര്യം സംസാരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല ചിന്നമോളെ, ഞാൻ വേണമെങ്കിൽ ദത്തെടുത്തോളാം. അതുമാത്രമല്ല, ഗ്രേസമ്മ ആൻറ്റിയും മാമച്ചനും അതിന് സമ്മതമാണെന്ന് പറഞ്ഞാണല്ലോ. പക്ഷേ അന്ന് നിങ്ങൾ സമ്മതിക്കാതെ പിന്നെ ഇപ്പോൾ അതിന് സമ്മതിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ, അല്ല മോളെ, അവര് ഇങ്ങോട്ടേക്ക് കുറച്ച് പൈസ ഓഫർ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ, ആ പൈസ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തന്നോളാം, പക്ഷെ ചിന്നമോളെ ആർക്ക് വിട്ടു കൊടുക്കില്ല, സ്പോൺസർഷിപ്പിന് പോലും ഞാൻ കൊടുക്കില്ല എന്ന് അലീന തറപ്പിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ചിന്നമോളെ നോക്കിയിട്ട് ചിന്നമോളുടെ പഴയ അവളുടെ പേപ്പേഴ്സൊക്കെ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്.
ബ്രിജിത മമ്മി കുറെ പേപ്പേഴ്സൊക്കെ അവിടെ ഏൽപ്പിച്ചിരുന്നല്ലോ, അതെല്ലാം ആ സിസ്റ്റർ അലീനെ കാണിക്കുന്നുണ്ട്. അലീന അതിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ്. എന്നിട്ട് അവരെ മടക്കി ഏൽപ്പിക്കുന്നുണ്ട്. പോകാൻ നേരം സ്റ്റാൻലി അലീന ഇറങ്ങിയതിനു ശേഷം അവരോട് ചിന്നുമോളെ സ്പോൺസർ ചെയ്യുന്നവർ എത്ര രൂപ തരാമെന്ന് ചോദിച്ചതെന്ന് പറയുമ്പം 5 ലക്ഷം രൂപ ഓർഫനേജിന് നൽകാമെന്ന് അവർ പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ്. അപ്പോഴേ സ്റ്റാൻലി പോക്കറ്റിൽ നിന്നും ചെക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് 5 ലക്ഷം രൂപ ചെക്ക് എഴുതി കൊടുക്കുകയാണ്. എൻ്റെ മോളാണ് അലീന. ഇത്രയും കാലം അവളൊരു അനാഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ അല്ല, ഈ സ്റ്റാൻലിയുടെ രാജകുമാരിയാ. അവൾ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല, ആരുടെ മുമ്പിൽ തല കുനിക്കാൻ പാടില്ല. ദേ, ഇതാണ് നിങ്ങൾ പറഞ്ഞ തുക. അവൾ തരുന്നതായിട്ട് കരുതിയാൽ മതി. അവളുടെ സന്തോഷമാണ് എനിക്ക് വലുത് എന്ന് പറയുന്നുണ്ട്. ചിന്നുമോളെ ഒന്നുകൂടി നോക്കിയിട്ട് സ്റ്റാൻലി അവിടെ നിന്ന് പോവാണ്. സ്റ്റാൻലിയുടെ മനസ്സിൽ അപ്പോൾ തോന്നുന്നുണ്ട്, ഇത് ശരിക്കും ഇനി ഷെറിന്റെ കുഞ്ഞാണോ? ഷെറിന്റെ കുഞ്ഞിനെ ഇപ്പോൾ അവർ അന്വേഷിക്കുന്നുണ്ടല്ലോ. സ്റ്റാൻലിയോട് ആ കാര്യത്തെപ്പറ്റി അലീന സംസാരിച്ചിരുന്നു. ചിന്നുമോളെ എവിടെയോ കൊണ്ടാക്കിയിരിക്കുകയാണ് അവധക്കുട്ടി. പക്ഷെ ഇപ്പോൾ അത് എവിടെയാണെന്ന് അവധക്കുട്ടിക്ക് അറിയില്ല. കൈമറിഞ്ഞ് ഏതോ ഒരു അനാഥാലയത്തിലുണ്ടെന്ന് മാത്രമേ അവധക്കുട്ടിക്ക് അറിയുള്ളൂ. അപ്പോൾ അത് എവിടെയാണെന്ന് അലീന അന്വേഷിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് സ്റ്റാൻലി ഇങ്ങനൊരു ആശയം പറഞ്ഞത്. ഷെറിന്റെ ചെറിയ മുഖഛായയൊക്കെ ചിന്നുമോൾ കൊണ്ടെന്ന്. ഏകദേശം പ്രായം കണക്കാകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ. ആ പേപ്പേഴ്സിന്റെ ഫോട്ടോസ് എല്ലാം അലീന എടുക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് അലീന മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ഷെറിന്റെ കുഞ്ഞാണോ ചിന്നു എന്ന് അവൾ അന്വേഷിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ കയറി രണ്ടുപേരും വീണ്ടും കുളത്തൂപ്പുഴയ്ക്ക് പോവാണ്. അലീന, നീ ഡ്രൈവിംഗ് പഠിച്ച് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല പപ്പ, എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ഒരു ലേഡി ഡ്രൈവറെ കൊണ്ടാണ് അലീനയെ പഠിപ്പിക്കുന്നത് കേട്ടോ. എന്നും രാവിലെ ഇതുപോലെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റാൻലിയും അവളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കും കേട്ടോ. എന്നിട്ടൊന്നും അങ്ങോട്ട് തറവാകുന്നില്ല. സ്റ്റാൻലി എന്നും വഴക്ക് പറയും, എത്ര പെട്ടെന്ന് പഠിക്കേണ്ടതാ, നീ ഇത്ര താമസിച്ചാലേ അതൊന്നും ശരിയാവില്ല. എന്തിനാ പേടിക്കുന്നേ എന്ന് ചോദിക്കുമ്പം എനിക്ക് പേടിയാപ്പാ, അതും ഇത്രയ്ക്ക് വില കൂടിയ കാർ എന്ന് പറയുമ്പം നീ ഇതിൽ വേണം ഓടിച്ചു പഠിക്കാൻ, അതാണ് എൻ്റെ ഒരു അന്തസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 10-15 ദിവസമൊക്കെ കഴിയാണ്. അപ്പോഴേക്കും അലീന നല്ലവണ്ണം ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടോ. നന്നായിട്ട് ബാലൻസ് ആവുന്നുണ്ട്. സ്റ്റാൻലി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ ടൗണിൽ കൂടിയൊക്കെ അലീനയെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അലീനയ്ക്ക് ലൈസൻസ് എടുത്ത് കൊടുക്കുകയാണ്. അലീനയ്ക്ക് അത് കാണുമ്പം ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. ആദ്യമായി തൻ്റെ ജീവിതത്തിൽ എന്തോന്ന് അച്ചീവ് ചെയ്തതുപോലെ അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് അലീന? വണ്ടി ഓടിക്കാൻ നീ ഇപ്പോൾ ഓക്കെ അല്ലേ? നമുക്കൊന്ന് പാല വരെ പോയാലോ? പാലയിലോ? അതെ, നിന്നെ ഇത്രയും കളിയാക്കിയ നിന്റെ സ്വന്തം അമ്മയുണ്ടല്ലോ വൈജ, പിന്നെ കൊല്ലപ്പള്ളിയിലെ അവള് കമല എന്ന് പറഞ്ഞ ആന്റി, എല്ലാവരെയും നമുക്കൊന്ന് ഞെട്ടിച്ചാലോ? അയ്യോ, പപ്പ വന്നാൽ എങ്ങനെ ശരിയാവാ? പപ്പയെ കണ്ടാൽ അത് ശരിയാവില്ല. ഞാൻ വരുന്നില്ല, നീ പോയാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? അതും കാർ ഓടിച്ചോ? പപ്പ എന്താ പറയുന്നേ? അത്രയും ദൂരം, ഇവിടുന്ന് 3 മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ പാല വരെ നിന്റെ കൂടെ ഞാൻ വരും. അവിടെ ഒരു ഹോട്ടലിൽ ഞാൻ സ്റ്റേ ചെയ്തോളാം. അതിനുശേഷം നീ തനിയെ പോയാൽ മതി. അങ്ങോട്ടേക്ക് പോകാൻ പിന്നെ വലിയ ദൂരമില്ലല്ലോ, അതൊക്കെ നിനക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ശരിയാപ്പാ, എങ്കിലും എനിക്കൊരു പേടിയുണ്ട്. ഇവിടുന്ന് കുളത്തൂപ്പുഴ ടൗണിൽ നിന്ന് നമ്മൾ 1 മണിക്കൂറോളം ഏകദേശം യാത്ര ചെയ്തിട്ടില്ലേ? എല്ലാ ദിവസവും 1-2 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യുന്നതല്ലേ? പേടി മാറിയില്ലേ? ഇങ്ങനെയൊക്കെ പേടി മാറുള്ളൂ എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അലീന പേടിയൊക്കെ മാറി എങ്കിലും എന്ന് പറയുമ്പം ഒരെങ്കിലും ഇല്ല. നീയെ എൻ്റെ മകളാ, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകൾ. അവള് ഒന്നിനെയും പേടിക്കാൻ പാടില്ല. പട്ടാളക്കാർ പൊതുവെ സ്വന്തം ജീവനെ ഒരിക്കലും പേടിക്കാറില്ല. കാരണം ഏത് നിമിഷം മരണത്തെ മുഖാമുഖം കണ്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് നീയും അങ്ങനെ വേണം. എനിക്കങ്ങനെ എൻ്റെ ജീവനിൽ കൊതിയോ പേടിയോ അങ്ങനെയല്ല. എല്ലാവർക്കും കാണുമല്ലോ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ, അതുപോലെയുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നാളെ രാവിലെ തന്നെ നമ്മളിവിടുന്ന് പുറപ്പെടുകയാണ് എന്ന് പറയുമ്പം ഇത്ര പെട്ടെന്നോ എന്ന് ചോദിക്കാണ്. പപ്പ, എങ്കിലേ നമുക്ക് രേവതിക്കുട്ടി അടുത്ത് വരെ പോയിട്ട് വരണം. എല്ലായിടത്തും പോകാം, പക്ഷെ നീ തന്നെ ഡ്രൈവ് ചെയ്യണം. ഞാൻ തനിയോ? ഇത്രേ ദൂരമോ? ശരി, നമുക്ക് നോക്കാം. 1 സൈഡ് നീ ഡ്രൈവ് ചെയ്, 1 സൈഡ് ഞാനും ഡ്രൈവ് ചെയ്യാം. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യുന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അലീനയും സ്റ്റാനിയും പിറ്റേഴ്സും രാവിലെ തന്നെ റെഡിയായി ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയം ആൻ്റപ്പൻ ചോദിക്കാണ്, സാബ് എങ്ങോട്ടാ? ഞങ്ങളൊന്ന് പാല വരെ പോവാ. ഈ കൊച്ചിനെ കൊണ്ട് തിരിച്ചേൽപ്പിക്കാനാണോ? ഈ കൊച്ചിനെ തിരിച്ചേൽപ്പിക്കാന് ഇത് തൻ്റെ ആരാടോ എന്ന് ചോദിക്കുമ്പം അയ്യോ അല്ല സാബ്, ഞാൻ അങ്ങനെയല്ല.
വേണ്ട, താനൊന്നും കൂടുതൽ പറയണ്ട. തൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നേ ഞാൻ മനസ്സിലാക്കിയതാ. ഇതേ എൻ്റെ മോളാ, എൻ്റെ സ്വന്തം മോൾ. അവളെ താമസിക്കേണ്ടത് ഈ ബംഗ്ലാവിലാ, അല്ലാതെ പാലയിലല്ല. മനസ്സിലായല്ലോ? നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ് നിന്റെ കൈ വെച്ചാൽ മതി. അല്ലെങ്കിലേ ഇവിടുത്തെ ജോലി മതിയാക്കി പോയിക്കോ. അയ്യോ സാർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. കുട്ടി വന്നത് അവിടെ നിന്നാണല്ലോ, അതുകൊണ്ട് അവിടെ തന്നെയാണോ എന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. വേണ്ട, അങ്ങനെ ഒരു ചോദ്യമൊന്നും വേണ്ട. പൗലോസിന്റെ അവസ്ഥ തനിക്കറിയാവല്ലോ. ആ അവസ്ഥ തനിക്കുണ്ടാവാതെ സൂക്ഷിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. അലീന ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാണ്. എന്നിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നന്നായി പ്രാർത്ഥിച്ചോ എന്ന് പറയാണ്. അപ്പോഴേക്കും അവളുടെ ബാഗിൽ നിന്നും ബ്രിജിത്താമ്മയുടെ ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് ആ ഫോട്ടോയിൽ നോക്കി ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് ആ ഫോട്ടോ എടുത്ത് ബാഗിലേക്ക് വെക്കുന്നുണ്ട്. മമ്മിയെ നിനക്ക് ഒരുപാട് ഇഷ്ടമാണോ? ആണോന്ന്? ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ മമ്മിയാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പപ്പയും ബാക്കി എല്ലാവരും എന്ന് പറയുന്നുണ്ട്. ആരാണെന്ന് പോലും അറിയത്തില്ലാതെ ഊരും പേരും അറിയത്തില്ലാതെ എനിക്ക് ആഹാരം വാർത്തുനിന്ന് എന്നെ കുളിപ്പിച്ച് പാട്ടുപാടി ഉറക്കി എന്നെ ഇത്രത്തോളം വളർത്തിയെടുത്ത ഒരാളാ. അവരെ ഒരിക്കലും മറക്കാനാവില്ല പപ്പ എന്ന് പറയുന്നുണ്ട്. ശരി, നീ ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയാണ്. അങ്ങനെ അലീന വണ്ടി എടുക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറി യാത്ര തുടങ്ങുകയാണ്. ആൻ്റെപ്പം വന്ന് ഗേറ്റ് അടിക്കുന്നുണ്ട്. ഹോ, എവിടുന്നോ വലിഞ്ഞു കയറി വന്നൊരു പെണ്ണ, അങ്ങേറെ മോളാണെന്നൊക്കെ പറയുന്നു. തട്ടിപ്പാണെന്ന് ആർക്കറിയാം. അപ്പോഴേക്കും ഔസഫ് പറയാണ്, എനിക്കും അങ്ങനെ സംശയമൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ആൻ്റെപ്പം പറയുന്നുണ്ട്, എന്താ ചെയ്യാനാ, വന്നവരെല്ലാം അവളെ കണ്ട് അന്താളിച്ച് നിൽക്കുകയല്ലേ. ഞാൻ പറഞ്ഞില്ലടോ, ഔദുക്കുട്ടിയുടെ ഭാര്യ, അതായത് നമ്മുടെ കേണൽ സാബിന്റെ അമ്മ, അവരെ തനിച്ചായി എന്നാ പറയുന്നത്. ആ രൂപം കണ്ട എല്ലാവരും വീണു പോണത്. എന്തായാലും നമുക്കൊക്കെ കിട്ടിയത് ശരിക്കൊരു പണിയാ ഈ പെണ്ണ് തന്നത്. രണ്ടുപേരുടെ പോട്ടെ, പാലയെ കൊണ്ട് വിടാൻ പോവാണെന്ന് ചോദിച്ചതിന് എൻ്റെ നേരെ ആക്രമിച്ച് കയറിയത് കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആൻ്റപ്പനും ഔസേപ്പും ഒക്കെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പൗലേസും ഒക്കെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതിനുശേഷം അലീനയും സ്റ്റാലിനെയും കൂടി ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ പോവാണ്. പപ്പ, ആ കുട്ടികൾക്ക് എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കണം, കുറച്ച് സ്വീറ്റ്സും. അതൊക്കെ നമുക്ക് വാങ്ങിക്കാം. ആദ്യം കോട്ടൺ ടൗണിലേക്ക് കയറട്ടെ, എന്നിട്ട് വാങ്ങിക്കാം. അങ്ങനെ പകുതി എത്തുമ്പോൾ രണ്ടുപേരുടെ ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നുണ്ട്. ഇടയ്ക്ക് അവർ ജ്യൂസ് കുടിക്കാൻ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അലീന നല്ലൊരു ഡ്രൈവറായി മാറിക്കഴിഞ്ഞു. സ്റ്റാൻലി പറയാണ്, എനിക്കിപ്പം അഭിമാനം തോന്നുന്നുണ്ട്. ഇത്ര നന്നായിട്ട് എൻ്റെ മോൾ ഡ്രൈവിംഗ് പഠിച്ചല്ലോ. അതും ഒരു മാസം ആവുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ നീ നന്നായി ഡ്രൈവ് ചെയ്യുന്നുണ്ട്. എല്ലാം നിനക്ക് വശപ്പെടുത്താൻ നല്ല കഴിവുണ്ട്. അതുപോലെ തന്നെ ഇനി പഠനത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാനിനി പഠിക്കാനോ? അതിനെന്താ, എല്ലാം പഠിച്ചിരിക്കണം. ഞാൻ പഠനം ഉദ്ദേശിച്ചത് വിദ്യാഭ്യാസം മാത്രമല്ല, എല്ലാം എന്ന് പറയുന്നുണ്ട്. ഒരു പാസ്പോർട്ട് എടുക്കണം, നമുക്ക് രണ്ടുപേർക്കും ഈ ലോകം മൊത്തം ചുറ്റണം എന്നൊക്കെ പറയാണ്. അങ്ങനെ രണ്ടുപേരും ജോളിയായിട്ട് കഥയെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ കോട്ടയത്തേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ചെന്നതിന് ശേഷം കുട്ടികൾക്കെല്ലാം ഉള്ള ഡ്രസ്സും അതുപോലെ കുറച്ച് സ്വീറ്റ്സും എല്ലാം അലീന വാങ്ങുന്നുണ്ട്. രേവതിക്കുട്ടിയെ കാണാൻ പോകാനായിട്ട് അവിടെ ചെന്നതിന് ശേഷം പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നേരെ ഇവർ പാലയിലേക്ക് ചെല്ലാണ്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പം അലീനയുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. പപ്പ, അത് വേണോ? ഓർക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. എന്തിനാ നീ പേടിക്കുന്നേ? നിന്നെ ആട്ടി പുറത്താക്കിയ ആ വീട്ടിലേക്കാണ് നീ ഇത്രയും പ്രൗഢഗംഭീരമായിട്ട് കയറിപ്പോവാൻ പോണത്. അപ്പോൾ നീ സന്തോഷിക്കല്ലേ വേണ്ടത്? പപ്പ, എന്നെ ആട്ടി പുറത്താക്കിയത് വേറെ ആരുമില്ലല്ലോ, എൻ്റെ സ്വന്തം അമ്മയല്ലേ. പിന്നെ ആ അമ്മയോട് വേണോ ഈ വാശിയും വൈരാഗ്യവും ഈ പ്രതികാരവും എന്ന് ചോദിക്കുമ്പം ഇത് പ്രതികാരമല്ല, ഒരു മധുര പ്രതികാരം, അത്രയേ ഉള്ളൂ. നിന്നെ ഒന്നിനും കൊള്ളത്തില്ലാത്തവളാക്കി അവിടുന്ന് ചവിട്ടി പുറത്താക്കിയ നിന്റെ സ്വന്തം അമ്മയ്ക്കുള്ള ഒരു മറുപടി അത്രയേ ഉള്ളൂ. അത് ഞാൻ ആരാണെന്ന് അമ്മയ്ക്ക് അറിയാത്തോണ്ടല്ലേ. അറിഞ്ഞ ഒരിക്കലും അമ്മ ഇങ്ങനെ ചെയ്യില്ലല്ലോ. എന്തായാലും നമ്മൾ തീരുമാനിച്ചാല് യാതൊരു മാറ്റവും ഇല്ല. അവിടെ ഉള്ളവരും അതുപോലെ വൈജിയും നിന്നെ കണ്ട് ഞെട്ടണം എന്ന് പറയുന്നുണ്ട്. അതിന് ധരിച്ചിരിക്കുന്നത് വില കൂടിയ ഒരു സാരിയാണ് കേട്ടോ. നല്ല മോഡേണായിട്ട് മുടിയെല്ലാം അഴിച്ചിട്ട് നല്ല ഇയറിങ്സ് ഒക്കെ ഇട്ട് വളയും അതുപോലെ ഹൈ ഹീൽസ് ഒക്കെ ഇട്ട് കാണാൻ തന്നെ നല്ലൊരു സുന്ദരിയായിട്ടാണ് അലീന അപ്പോൾ പോകുന്നത്. ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോന്ന ആ ഒരു സൗന്ദര്യത്തിലാണ് അലീനനിപ്പം സ്റ്റാലി മാറ്റിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വലിയ കൂടിയ ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ ഇട്ടുകൊണ്ട് അലീന ശരിക്കും വൈദ്യരുടെ മുമ്പിൽ കൊണ്ട് പ്രദർശിപ്പിക്കാനാണ് നമ്മുടെ സ്റ്റാലിയുടെ ഉദ്ദേശം. എന്നിട്ട് വൈദ്യ കണ്ണു തള്ളി നിൽക്കണം.
തൻ്റെ മകള് അവിടെയും തലയെടുപ്പോടെ നിൽക്കണം. അതുപോലെ തന്നെ കൊല്ലപ്പള്ളിയിൽ അവളെ ഉപദ്രവിച്ച ആ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ മുമ്പിലും. അടുക്കളക്കാരിയായിട്ട് അവിടെ വന്നവളല്ലേ, അവളിപ്പോൾ താമസിക്കുന്നത് ഒരു കോടീശ്വരിയായിട്ടാണെന്ന് അവർ മനസ്സിലാക്കട്ടെ എന്ന് സ്റ്റാലിൻ കരുതാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, പപ്പാ ഞാൻ പപ്പയുടെ കൂടെയാണെന്ന് അവർക്കാർക്കും അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു മുതലാളി എനിക്ക് ഇത്രയും വലിയ കാറ് സമ്മാനിച്ചു, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു, ഇത്രയും വില കൂടിയ ഡ്രസ്സുകൾ അണിയുന്നൊക്കെ അറിയുമ്പം അവരെന്നെക്കുറിച്ച് മോശം സംസാരിക്കുകയുള്ളൂ എന്ന് ചോദിക്കാണ്. അതൊന്നും ഓർത്ത് നീ തത്രപ്പാട് പെടണ്ട, ബാലൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചോളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാലയിൽ വന്നിട്ട് സ്റ്റാൻലി ഒരു മുറി എടുക്കുകയാണ്. ശേഷം അലീന തനിയെ പറഞ്ഞു വിടുന്നുണ്ട്, ഏത് നിമിഷവും എന്നെ കോൾ ചെയ്യണം, മനസ്സിലായല്ലോ. അവിടെ പോയിട്ട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ മിണ്ടാതെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല തിരിച്ചു പറഞ്ഞോണം എന്നും പറഞ്ഞോണ്ട് ഏൽപ്പിച്ചുകൊണ്ട് അലീന സ്റ്റാൻലി പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ അലീന നേരെ പാലിലേക്ക് പോവാണ്. അങ്ങനെ നെടുമ്പുറക്കൽ വീട്ടിന്റെ ഗേറ്റിന്റെ അവിടെ അലീന എത്തി. അവിടെ വന്ന് ഓണടിക്കാണ്. അപ്പോഴേക്കും നേരം സന്ധ്യയായിട്ടുണ്ട്. വൈജയും അതുപോലെ ബാലനും പിന്നെ കുട്ടികളും എല്ലാവരും ഉണ്ട്. അല്ല ഇതാരാ ഈ സമയത്ത് എന്നും പറഞ്ഞാണ്ട് കൃഷ്ണ എണീച്ച് ഡോറ് തുറക്കുന്നുണ്ട്. കാറിന് പുറത്ത് കണ്ട വില കൂടിയ കാറ് കണ്ട് അവൾ ഞെട്ടാണ് കേട്ടോ. ഓടിക്കാറാണ്. അച്ഛാ അങ്ങോട്ട് നോക്കി, ഇതേ ഒരു ഓടിക്കാറ്. ഓടിക്കാറിലൊക്കെ ഇങ്ങോട്ടേക്ക് ആര് വരാൻ അച്ഛാ എന്ന് ബബിതയും നമ്മുടെ രോഹിയും ചോദിക്കുന്നുണ്ട്. മോള് പോയി ഡോറ് തുറക്ക് എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണയെ പറഞ്ഞിടുമ്പോൾ രോഹിത്ത് പറയാണ്, ഞാനും കൂടി വരാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി പോയി ഡോറ് തുറക്കുന്നുണ്ട്. കാറ് പാഞ്ഞു വന്ന് നെടുമ്പുറക്കൽ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. ആരായിരിക്കും അകത്തുള്ളതെന്ന് രണ്ടുപേരും സംശയിച്ച് നിൽക്കുമ്പോൾ വാതിക്കലേക്ക് വൈജയും ബാലേന്ദ്രനും ബബിതയും ഇറങ്ങി വരുന്നുണ്ട്. അവരുടെയൊക്കെ മുന്നില് ഡോറ് തുറക്കുമ്പോൾ ആ കയ്യിലെ വളയും ആ ഭംഗിയാർന്ന ക്യൂടെക്സും എല്ലാം നമ്മളെ കാണിക്കുന്നുണ്ട്. വലതുകാലെടുത്ത് വെച്ച് അതിനെ ഇറങ്ങാണ്. ആ ഹൈ ഹീൽസും ആ വിലപ്പിടിപ്പുള്ള സാരിയും എല്ലാം കാണിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങി ആ ഡോർ അടയ്ക്കുമ്പോൾ വൈജയും ബാലനും എല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വിറച്ച് പോകുന്നുണ്ട്. അലീന പണ്ട് ഇവിടുന്ന് 100-150 രൂപയുടെ ചുരിദാറും അണിഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന പെണ്ണ ഇപ്പൊ കണ്ട ഒരു കോടീശ്വരിയാണെന്നല്ലാതെ ആരും പറയില്ല. അലീനയുടെ രൂപം കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. കൃഷ്ണമോള് പിന്നാലെ വന്ന് അലീന ചേച്ചി എന്ന് സംശയത്തോടെ വിളിക്കുമ്പോൾ എന്താടി എന്ന് ചോദിക്കാണ്. ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്താടി നീ എന്നെ മറന്നോന്ന് ചോദിക്കുമ്പം ഞാൻ മറന്നതല്ല, ചേച്ചിയുടെ ലുക്കൊക്കെ ആകെപ്പാടെ മാറിയല്ലോ, അപ്പൊ എന്നെ മറന്നോന്ന് ഒരു സംശയം. ഞാൻ എവിടെ പോയാലും എൻ്റെ മോളെ മറക്കുവോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടുന്ന് ബബിലെ ഓടി വരുന്നുണ്ട്. ചേച്ചി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴേക്ക് രോഹിത്തും വന്ന് അലീന ചേച്ചി എന്ന് പറഞ്ഞ് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. 3 പേരെയും അലീന ഒരുപോലെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നിങ്ങളല്ലേ എൻ്റെ സന്തോഷം, ഞാൻ എവിടെയൊക്കെ പോയാലും എത്രയൊക്കെ മാറിയാലും നിങ്ങളെ ഞാൻ മറക്കുവോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ എൻ്റെ കൂടപ്പിറപ്പുകളല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വൈജ വഴുന്ന്, ഹോ ഈ മാറണമായിരുന്നോ, ഇവക്ക് എവിടുന്ന് കിട്ടി ഈ കാറും പത്രാസും ഒക്കെ, എവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതായിരിക്കും എന്ന് പറയുമ്പം ബാലൻ പറയാണ്, നിന്റെ കുടുംബത്തിന്റെ സ്വഭാവമല്ല അവക്ക് എന്ന് പറയുമ്പോഴേക്കും വൈജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാറിന്റെ പുറകു സീറ്റിൽ നിന്നും അവർക്കെടുത്ത പലഹാരങ്ങളും ഡ്രസ്സുമെല്ലാം അവരുടെ കയ്യിൽ കൊടുക്കാണ്. ബായേച്ചി അകത്തേക്ക് കയറി വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് ഒന്ന് കയറുമ്പോൾ വൈജയ്ക്ക് തടയണമെന്നുണ്ടെങ്കിലും അവളുടെ ആ ഒരു സെറ്റപ്പൊക്കെ കണ്ടിട്ട് ഒന്നും പറയാൻ തോന്നാതെ മാറി നിൽക്കുകയാണ്. അലീന അകത്തേക്ക് കയറി വരുന്നുണ്ട്. താൻ കുറെ കാലം പണിയെടുത്ത വീട്, കുറെ അപമാനിതയായ വീട്, ഇവിടുന്ന് പലതവണ തന്നെ പുറത്താക്കിയതാ, തനിക്ക് അപകടം പറ്റിയ വീട് എല്ലാം അവൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ അവൾ ആ ടേബിളിന്റെ അടുത്തേക്ക് ഒന്ന് കസേരയിലിരിക്കുന്നുണ്ട്. ബബിതയും രോഹിത്തും കൃഷ്ണയൊക്കെ ചുറ്റുമൊന്നിരിക്കുകയാണ്. ചേച്ചിയെങ്കിലും ഈ സെറ്റപ്പ് കൊള്ളാം, എന്തൊരു രസമല്ലേ ചേച്ചിയിപ്പോ കാണാനായിട്ട്, ഇത്രയും സൗന്ദര്യമൊക്കെ എവിടെ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു, ഇപ്പോഴാണോ അതൊക്കെ പുറത്തിറക്കാൻ തോന്നിയത് എന്ന് ചോദിക്കുന്നുണ്ട്. ഓരോന്നിനും ഓരോ സമയമില്ലേ മോളെ എന്ന് പറയാണ്. എങ്കിലും ഇത് ഭയങ്കര സെറ്റപ്പായി പോയി കേട്ടോ എന്ന് ബബിതയും പറയുന്നുണ്ട്. രോഹിത്ത് പറയാണ്, ചേച്ചിനെ കണ്ടാലേ ഇപ്പൊ തിരിച്ചറിയത്തേയില്ല, ആ രീതിക്ക് മാറി, മുടിയെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ, ഇയറിങ്സും എല്ലാം ചേച്ചിക്ക് സൂപ്പറായിട്ടുണ്ട് എന്ന് പറയാണ്. അല്ലേച്ചി ആ കാർ ആറിയാ, അതെന്റെ സ്വന്തം കാറാ. സ്വന്തം കാറോ, അതെങ്ങനെ? അപ്പൊ ബബിത ചോദിക്കാണ്, ചേച്ചി പോയിട്ട് ഇത്രക്കെത്ര നാളല്ലേ ആയുള്ളൂ, അതിനു മുമ്പേ ഇത്രയും കൂടിയ കാറ് എങ്ങനെ വാങ്ങിച്ചു എന്ന് ചോദിക്കാണ്.
അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വൈജ കയറി വരുന്നുണ്ട്. ബാലനും പിന്നാലെ വരികയാണ്. ആർക്കറിയാം, ഇവിടുന്ന് 6 മാസത്തെ ജോലി കഴിഞ്ഞ് പോയപ്പോൾ സാധാരണ ജോലിക്കാരികൾ പോയതുപോലെയാണോ ഇവിടുന്ന് പോയത്? 10-20 ലക്ഷം രൂപയും കൊണ്ടല്ലേ ഇവിടുന്ന് പോയത്. അതുപോലെ ആയിരിക്കും അവിടെ പോയിട്ട് 5-6 മാസം ആയല്ലോ. അപ്പോൾ അവിടുത്തെ ശമ്പളം ഇത്രത്തോളം വരുമായിരിക്കും എന്നൊക്കെ ഒരു തരം കുത്തി പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന ബാലന്റെ മുഖത്തേക്ക് നോക്കാണ്. താൻ മറുപടി പറയുന്നില്ല, അതോ അച്ഛൻ പറയുന്നു എന്നൊരു അർത്ഥത്തിലാണ് അലീനയുടെ നോട്ടം എന്നുള്ള കാര്യം ബാലന് മനസ്സിലായി. ബാലൻ പറയാണ്, അവൾക്ക് എങ്ങനെ അത് കിട്ടിയെന്നൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. അവളുടെ ബർത്ത്ഡേക്ക് അവിടുത്തെ ഓണർ ഇവയ്ക്ക് സമ്മാനമായി കൊടുത്താണത് എന്ന് പറയുമ്പം പിന്നെ ഒരു ഓണറല്ലേ തൊഴിലാളിക്ക് ഓടിക്കാർ സമ്മാനമായി കൊടുക്കുന്നത്? ഞാനെന്താ അത്രയ്ക്ക് പൊട്ടിയാണെന്ന് നിങ്ങൾ കരുതിയോ എന്ന് പറയുമ്പം ബാല്യം മിണ്ടാട്ടയില്ല. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അങ്ങനെ വെറും ഒരു ഓണറല്ല അയാളെ എൻ്റെ പപ്പയാ, എൻ്റെ സ്വന്തം പപ്പ. ഈ പപ്പക്കഥയൊക്കെ ഞങ്ങൾ കുറെ കേട്ടതാ. നിന്റെ അച്ഛനായിരുന്നല്ലോ ഈ നിൽക്കുന്ന ബാലേന്ദ്രൻ. എന്നിട്ട് എന്തായി? അവസാനം പൊളിഞ്ഞല്ലോ. നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന്. പിന്നെ എന്തിനാടി ഇങ്ങനെ കള്ളത്തരം പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കള്ളത്തരല്ല, സത്യമാണ്. ഈ നിൽക്കുന്ന അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛനല്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പപ്പ അത് എൻ്റെ സ്വന്തം പപ്പയാ എന്ന് പറയുമ്പോൾ പിന്നെ പപ്പ ആർക്കറിയാം? അല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ പപ്പയ്ക്ക് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു. 10-24 വർഷം മുമ്പ്. അവര് ഗർഭിണിയായിരുന്നപ്പോൾ പപ്പയും അവർ തമ്മിൽ പിരിഞ്ഞു. അങ്ങനെ ആ സ്ത്രീയുടെ വീട്ടുകാരെ കൊണ്ടേ എന്നെ ഒരു അനാഥാലയത്തിലാക്കി. അങ്ങനെയാ ഞാൻ അനാഥാലയത്തിലായത്. ഇത്രയും കാലം പപ്പയ്ക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു മകൾ ജീവനോടെ ഉണ്ടെന്ന്. ഇപ്പോഴാണ് പപ്പയ്ക്ക് മനസ്സിലായത് ഞാൻ ജീവനോടുണ്ടെന്നുള്ള കാര്യം എന്ന് പറയാണ്. കൊള്ളാം, നല്ല കഥ. ഇതുപോലെ സീരിയലോ ആക്കാൻ നോക്ക്, അല്ലാതെ എന്നോട് വിളമ്പണ്ട. മേഡം ഇതുപോലൊരു കഥ ഇതുവരെ കേട്ടിട്ടില്ലേ എന്ന അർത്ഥത്തിൽ അലീന ചോദിക്കുമ്പോൾ വൈജ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം തനിക്കും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നല്ലോ. താനും സ്നേഹിച്ച് ഗർഭിണിയായ സമയത്തായിരുന്നല്ലോ തന്നെ അയാൾ വിട്ടിട്ട് പോയതും അതുപോലെ തന്നെ പ്രസവം നടത്തിയതെല്ലാം. അതിനെക്കുറിച്ച് വൈജ ഒരു നിമിഷം ഓർത്ത് സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ ബാലനെ പറയാണ്, കുറുക്കി വിടുന്ന മറുപടി തന്നെ അലീന നീ പറഞ്ഞത്. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. വൈജ ആകെപ്പാടെ അടിമുടി വിറച്ച് നിൽക്കുകയാണ്. ചേച്ചി, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞൊരു കൃഷ്ണമുളക് ചായ എടുക്കുന്നുണ്ട്. കൊള്ളാലോ, അന്ന് പഠിപ്പിച്ച അതേ രുചി തന്നെ. ഇവിടെ സെർവൻ്റ് ഇല്ലേ? ഉണ്ട്. അവർ തുണിയലക്കയും പരിപാടിയൊക്കെയാ. നിങ്ങളിപ്പോൾ അടുക്കളൊന്നും കയറാറില്ലല്ലേ? ഏയ്, ഞങ്ങളിപ്പോൾ അങ്ങനൊന്നും കയറ്റാറില്ല. എങ്കിലും ചേച്ചി പഠിപ്പിച്ചൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ 3 പേരും കൂടി കുറേ നേരം ഇരിക്കുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരട്ടെ. അയ്യോ ചേച്ചി, പോവാനോ? ഒരു ദിവസം പോലും നിൽക്കാതെ? അത് പിന്നെ എനിക്ക് കൊല്ലപ്പള്ളിയിൽ നിന്ന് പോകണം. മനുവേട്ടനെയും മുത്തശ്ശിനെയൊക്കെ ഒന്ന് കാണണം. പിന്നെ രേവതിക്കുട്ടി എടുത്ത്. അപ്പോൾ ഇന്ന് സ്റ്റേ രേവതിക്കുട്ടി ചേച്ചി എടുത്താലേ? അത് പിന്നെ രേവതിക്കുട്ടി നിർബന്ധിച്ചപ്പോൾ മനസ്സിലായി. ഞങ്ങൾ അടുത്ത ദിവസം പോലും നിൽക്കാതെ അങ്ങോട്ട് പോവാല്ലേ? മോളെ, ഞാൻ ഇനിയും ഇങ്ങോട്ട് വരുമല്ലോ. ഇവിടെ താമസിക്കാനും വരും. വൈകാതെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തും. അത് മോൾക്ക് അറിയാലോ. അതുകൊണ്ട് മോളെ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ചേച്ചി പോ, ഞങ്ങളുടെ മിണ്ടണ്ട. എങ്കിലും ചേച്ചി ഇവിടെ വരെ വന്നിട്ട് ഇത്ര സമയമല്ലേ ആയുള്ളൂ? ഇത്രയും സമയം ആയുള്ളെന്നോ? വന്നിട്ട് ഏകദേശം 1 മണിക്കൂറായി. ഇപ്പൊ സമയം ഇത്രയും നോക്കി 5:30 ഇനി കൊല്ലപ്പള്ളിയിലൂടെ കയറിയിട്ട് അങ്ങ് ചെല്ലുമ്പോളേ ഒരു സമയമാകും. എറണാകുളം ചെല്ലുമ്പം. വേണ്ട ചേച്ചി, ഇന്ന് പോവണ്ട. അയ്യോ, അത് പറ്റില്ലല്ലോടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അലീന പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ബാലേന്ദ്രൻ പിന്നാലെ വരുന്നുണ്ട്. മോൾ ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, പപ്പയുണ്ടായിരുന്നു. ഇവിടം വരെ നീ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്? അതെ അച്ഛാ, ഞാൻ തനിയെ ഡ്രൈവ് ചെയ്തത്. കൊള്ളാലോ, മിടുക്കിയായി. ഇവിടെ നീ ഒരു വേലക്കാരിയായിരുന്നല്ലേ? പക്ഷെ അവിടെ ചെന്നപ്പോൾ നിന്റെ ജീവിതം ആകെപ്പാടെ മാറി മറിഞ്ഞു. എന്തായാലും അതിലേക്ക് സന്തോഷമാണെന്ന് പറയാണ്. പപ്പ വന്നിട്ടുണ്ട്. പാലായിൽ ഒരു ഹോട്ടലിൽ റൂം എടുത്തിരിക്കുക. ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് അതെനിക്ക് മനസ്സിലായി. നിന്നെ തന്നെ അയാൾ വിടില്ലെന്ന് എനിക്കറിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കൊല്ലപ്പള്ളിക്കാണോ? അതെ, കൊല്ലപ്പള്ളിയിലേക്ക് പോകണം. അവിടെ പോകുമ്പം കമലെന്ന് വിറയ്ക്കുമല്ലോ. വിറപ്പിക്കാനാ പപ്പയുടെ ഓർഡർ. ഞാൻ അവിടുത്തെ വേലക്കാരിയായിരുന്നല്ലോ. അവരൊക്കെ മുമ്പിൽ പോയി ഒന്ന് വിറപ്പിക്കണമെന്ന് പപ്പയുടെ ഉപദേശമാണ് എന്ന് പറയുന്നുണ്ട്. ശരി, എന്നാ പോയിട്ടാ. എന്തായാലും ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. ആണോ അച്ഛാ? വരുമ്പോളെ 2 ദിവസം നിൽക്കാതിരുത്തിക്ക് വരണേ. നോക്കട്ടെ, കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കിയിട്ട് ഞാൻ തീരുമാനം അറിയിക്കാം. അങ്ങനെ ബബിതയും കൃഷ്ണയൊക്കെ ഓടി വന്ന് അലീനയ്ക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. ശരി ചേച്ചി, പോയിട്ടെന്ന് പറയാണ്. അതെ, നെക്സ്റ്റ് വീക്ക് അച്ഛനും കൂടെ എല്ലാവരും അങ്ങോട്ടേക്ക് വന്നേക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നല്ല സ്റ്റൈലായി കയറുന്നുണ്ട്. എന്നിട്ട് മുറ്റത്തിട്ട് വണ്ടി തിരിക്കുകയാണ്.
ഗേറ്റ് കിടന്ന് അലിനയുടെ വണ്ടി പോകുന്നേരം വരെ കൃഷ്ണമോളും ബബിതയൊക്കെ ടാറ്റ കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഹോ, ചേച്ചി ഒരു പവർ അല്ലേ അച്ഛാ, എന്തൊരു മാറ്റം ചേച്ചിക്ക്. ഇതുപോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കാർ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്തൊരു നൃത്തവും അതിൽ നിന്നുള്ള ഇറക്കവും എല്ലാം എന്ത് രസമായിരുന്നു. ചേച്ചി ആകെപ്പാടെ മാറിപ്പോയല്ലേ, ഇപ്പോൾ ചേച്ചിയെ കാണാൻ എന്ത് രസാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയാണ്, അവളുടെ സ്വന്തം പപ്പയുടെ അടുത്തല്ലേ ഇപ്പോൾ അവൾ നിൽക്കുന്നത്, അതുകൊണ്ടിപ്പോൾ അവൾക്ക് രാജകുമാരി പോലെ ജീവിക്കാം എന്നൊക്കെ പറയുമ്പം അലീന പറയാണ്, അന്ന് പറഞ്ഞു ഒരു പ്ലാന്ററുടെ വീട്ടിലാണെന്ന്, ഇപ്പൊ പറഞ്ഞ പപ്പയാണെന്ന്. ആർക്കറിയാം സത്യം എന്താണെന്ന്. അവളുടെ കാര്യമില്ലേ, ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മ വിശ്വസിക്കണ്ട, ചേച്ചിനെ ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. അവിടെ ഉള്ളത് ചേച്ചിയുടെ പപ്പ തന്നെയാ, അത് ഞങ്ങൾ നേരിട്ട് കണ്ടതാ. എങ്ങനെയാണ് നീ നേരിട്ട് കണ്ടത്? അത് പിന്നെ ചേച്ചിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ ഞങ്ങൾ കണ്ടതാ. അവിടെ ഉള്ളത് ചേച്ചിയുടെ സ്വന്തം പപ്പ തന്നെയാ. കുടുംബക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു, പപ്പയും പപ്പയുടെ പപ്പയും പിന്നെ സഹോദരന്മാരും സഹോദരിയും അവരുടെ മക്കളും എല്ലാവരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ, അയാൾ വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലേ? അയാൾ വിവാഹം കഴിച്ചതാ. പണ്ട് ഒരു പ്രണയനിരാശ ഉണ്ടായെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ സ്ത്രീ വേറെ വിവാഹം കഴിച്ചപ്പോൾ ഇയാളെ വിവാഹം കഴിച്ചു. അതില് 3 കുട്ടികളുമുണ്ട് എന്ന് പറയുന്നുണ്ട്. ആർക്കറിയാം ഇതൊക്കെ സത്യമാണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് വൈജി അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. രോഹിത്തും ബബിതയും അകത്തേക്ക് കയറി പോകുമ്പം കൃഷ്ണ പറയാണ്, അമ്മയ്ക്ക് അറിയില്ല അച്ഛാ, ഈ പോയത് സ്വന്തം മകളാണെന്നും അത് തൻ്റെ പഴയ കാമുകനാണെന്നും ഒക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പം, അതെ, പല സമയത്തും എൻ്റെ നാവിൻ്റെ തുമ്പത്ത് വരും എല്ലാം ഒന്ന് വിളിച്ചുകൂടി പറയാൻ, പിന്നെ വേണ്ടെന്നും പറഞ്ഞ് ഞാനങ്ങ് ഒതുക്കി വെക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊല്ലപ്പള്ളി വീടിൻ്റെ മുറ്റത്തും വന്ന് കാർ ഓടിക്കുന്നുണ്ട്. ഇതിനിടയിൽ അലിനെ വിളിച്ച സ്റ്റാലിയോട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ കൊല്ലപ്പള്ളിയുടെ ഡോറ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ മനയോട് പുറത്തു നിന്നിട്ട് ആ റിമോട്ട് ഞെക്കാണ്. അപ്പോഴേക്കും ഡോറ് തുറക്കുന്നുണ്ട്. കമല ആരാ മോനെന്ന് ചോദിക്കുമ്പം, അറിയില്ലമ്മേ, ആരോ വരുന്നുണ്ട് എന്ന് പറയാണ്. കാറകത്തേക്ക് കയറി വരുമ്പം, ഇത്ര വലിയ കാറിൽ ആര് വരാൻ ഇങ്ങോട്ടേക്ക് എന്ന് സംശയിച്ച് നിൽക്കുകയാണ് മനുവും കമലയും. അങ്ങനെ കാറ് അവർ അടുത്തേക്ക് വന്ന് ഡ്രിഫ്റ്റ് നിർത്താണ്. നിർത്തിയിട്ട് അതിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ട് രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ്. അലീന നല്ല ഫാഷനിൽ ഇറങ്ങി വരുന്നുണ്ട്. നല്ല സ്റ്റൈലായിട്ട് അലീന അങ്ങോട്ടേക്ക് നടന്നു വരുമ്പം മനുവും കമലയും വായും പൊളിച്ച് നിൽക്കുകയാണ് കേട്ടോ. മനു അലീന എന്ന് പറയുന്നുണ്ട്. കമല, ഈ നാശം പിടിച്ചോളെന്താ ഈ വണ്ടിയിൽ എന്ന് ചോദിക്കുമ്പം, അമ്മേ, എത്ര കോടി രൂപയുടെ വണ്ടിയാണെന്ന് അമ്മയ്ക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അല്ലടാ, ഇവക്ക് ഇതിന് മാത്രം കാശ് എവിടുന്ന, ലോട്ടറി അടിച്ചോ എന്ന് ചോദിക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്നിട്ട് ഹായ് കമലയാൻറ്റി എന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോഴേക്കും ആ പരിസരം മറന്ന് അവളും കൈ നീട്ടുകയാണ്. ഷേഖാനും എടുത്തിട്ട് ഹായ് മനുവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അലീന മനുവിനെ ഹഗ് ചെയ്യുമ്പം മനു തിരിച്ച് ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. കമല ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. മറുത്തൊരു വാക്കുപോലും പറയാൻ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം ഈ ഒരു ഷോക്കിൽ നിന്നും കമല നമ്മൾ റിട്രീവ് ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അപ്പോൾ മനു ചോദിക്കുകയാണ്, എന്തായാലും ഇതൊക്കെ നീ എന്താ ഈ കാറില്? ഈ കാറ് മനുട്ട മറന്നുപോയോ? അച്ഛൻ പപ്പ എനിക്ക് ഗിഫ്റ്റ് തന്ന കാറ്. അത് ശരിയാ, നീ തന്നെ ഡ്രൈവ് ചെയ്ത് വന്നോ? അതെ. എവിടുന്ന്? കൊളത്തപ്പുഴന്ന് ഇവിടം വരെ. ആഹാ, മിടുക്കിയായല്ലോ. അപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചല്ലേ? പിന്നല്ലാതെ, എൻ്റെ പപ്പ എനിക്ക് നല്ല കോൺഫിഡൻസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി ഡ്രൈവ് ചെയ്യും എന്ന് പറയാണ്. ബാ, അകത്തേക്ക് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് അലീനയും കൂട്ടി മനു അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. കമല അപ്പോഴോ ഷോക്കിൽ മാറിയിട്ടില്ല. മുത്തശ്ശി എവിടെ എന്നും ചോദിച്ചുകൊണ്ട് നേരെ അലീന മുത്തശ്ശി അടുത്തേക്ക് പോവാണ്. മുത്തശ്ശി ഒരു നിമിഷം സംശയിക്കുന്നുണ്ട്, ഇത് തൻ്റെ അലീന തന്നെയാണോ എന്ന്. മുത്തശ്ശീനെ വിളിച്ചുകൊണ്ട് അലീന ഓടി വന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുമ്പം, ഞാനേ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു, എൻ്റെ മോള് തന്നെയാണോ ഇരുന്ന്? ആകെപ്പാടെ ആള് മാറിപ്പോയില്ലേ, എന്തൊരു രൂപമായത്, ഇപ്പൊ കണ്ടാലേ ഒരു രാജകുമാരിയെ പോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി വേറെ കാര്യം അറിയണോ? മുത്തശ്ശിയുടെ കൊച്ചുമോളെ കൊളുത്തുപുഴ ഇവിടം വരെ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാർ യാത്ര ചെയ്താ വന്നത് എന്ന് പറയുന്നുണ്ട്. അതെ മുത്തശ്ശി, ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്താ വന്നത്. ആഹാ, കൊള്ളാലോ. നിന്റെ അമ്മ വൈജി എങ്ങനെയായിരുന്നു പെട്ടെന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചെടുത്തത്? വെറും 1 മാസം കൊണ്ട് അവൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ കാണുന്ന ലോകം മൊത്തം ചുറ്റുമായിരുന്നു, ഒരു പേടിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അല്ല, എന്നോട് മനു പറഞ്ഞിരുന്നു മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കാര്യവും സ്റ്റാലി മോൾക്ക് കാർ സമ്മാനിച്ചതൊക്കെ. മോൾ ഒറ്റയ്ക്കാണോ വന്നേ? അല്ല, പപ്പയുണ്ട് കൂടെ. പാലയിൽ ഒരു ഹോട്ടലിൽ മുറിയെടുത്തിരിക്കാം. ഇവിടുന്ന് പോകുമ്പം പപ്പയും കൂടി വേണം പോവാൻ. അല്ല, ഇന്ന് തന്നെ പോവാണോ? അതേ മനുവേട്ട, ഇന്ന് തന്നെ പോകണം. കൃഷ്ണമോളൊക്കെ ആകെപ്പാടെ പിണക്കമായിരുന്നു. പോയോണ്ട് ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട്
നേരെ പോണത് രേവതിക്കുട്ടിയുടെ അടുത്തേക്കാ. അവിടെ പോയി ഇന്ന് സ്റ്റേ ചെയ്യും എന്ന് പറയാൻ കേട്ടോ. മനു പറയുന്നുണ്ട്, എങ്കിലും വന്നതല്ലേ, കുറച്ചു നേരം ഇരുന്നിട്ട് പോയാൽ മതിയായിരുന്നു. അമ്മേ ചായ എടുക്ക് എന്ന് ഉറക്കെ വിളിച്ചു പറയാണ്. അയ്യോ മനുവേട്ടാ, അതൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ കമലയാണ്ടിക്ക് വന്ന് ഒട്ടും ഇഷ്ടപ്പെട്ട് കാണില്ല. അതിനോട് ചായ എന്ന് പറഞ്ഞാലേ കമലയാണ്ടി മനുവേട്ടനെ പിടിച്ചിട്ട് അലക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല മോളെ, സ്റ്റാലിനെ നല്ല സന്തോഷത്തിലാണോ വച്ചേക്കുന്നത്? ആണോ എന്ന് ഇനിയും മുത്തശ്ശിക്ക് സംശയം ഉണ്ടാവും. ഞാനിപ്പോൾ അവിടുത്തെ രാജകുമാരി, എന്നെ വിളിക്കുന്നത് പ്രിൻസസ് ഓഫ് കൊളത്തൂപ്പുഴ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അവരുടെ വീട്ടുകാരൊക്കെ എങ്ങനെ? പ്രശ്നവും ബഹളമൊക്കെ ഉണ്ട്. ആ സ്റ്റാലിൻ പപ്പയുടെ ഒരു ഭാര്യയുണ്ടല്ലോ, അവർക്കൊരു ചേച്ചിയുണ്ട്, അവരാ പ്രശ്നക്കാരി. ആകെപ്പാടെ പ്രശ്നം വഴക്കൊക്കെയാണ്. അതിനിടയിൽ ഇങ്ങനെയൊക്കെ സമയം കണ്ടെത്തുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. ഇവിടെ നിന്നൊരു പ്രശ്നം കഴിഞ്ഞ് മോള് പോയപ്പോൾ അവിടെയും പ്രശ്നമായോ? അത് പിന്നെ എൻ്റെ ജനനം അങ്ങനെ ആയിപ്പോയില്ലേ മുത്തശ്ശി, അതുകൊണ്ട് എവിടെ പോയാലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. അല്ല മനുവേട്ടാ, ജോലിക്കൊന്നും പോകുന്നില്ലേ? ഉണ്ട്, ഞാൻ നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ. ഇന്നലെ നിന്നെ വിളിച്ചതല്ലേ? ശരിയാ, ഇന്ന് മനുവേട്ടൻ കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കമല ചായമായിട്ട് കയറി വരുന്നു. അതുകൊണ്ട് മനു മലിനെയും മുത്തശ്ശിയൊക്കെ ഞെട്ടുന്നുണ്ട്. സാധാരണ അവളെ കാണുമ്പോൾ മുഖത്താട്ടി പറഞ്ഞിട്ടാണല്ലോ പതിവ്. ഇതിപ്പോൾ നേരെ തിരിച്ചു കണ്ടിട്ട് അവർക്ക് അത്ഭുതം തോന്നുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞൊരു കാര്യം അലീന ഓർക്കുന്നുണ്ട്. സമ്പത്തുണ്ടെങ്കിൽ അതകത്ത് വെച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ നടപ്പിലും വേഷത്തിലും പ്രവൃത്തിയിലുമെല്ലാം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അർഹമായ റെസ്പെക്റ്റ് കിട്ടുകയുള്ളൂ എന്ന് സ്റ്റാൻലി പറഞ്ഞത് അവൾ ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കമലയുടെ തീ ഇപ്പോൾ തനിക്ക് വേണ്ടി ഈ ചായ കൊണ്ടുവന്നത് എന്ന് ഓർക്കുന്നുണ്ട്. ചായ മേടിച്ച് അലീന കുടിക്കുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം. അല്ല, ശിവനങ്ങള് ഗൾഫിലേക്ക് പോയല്ലേ? അതെ, ശിവനങ്ങൾ പോയി. രഞ്ജുവോ? അവൾ തിരിച്ച് കോളേജിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇനിയും വരുന്നുണ്ട്, ഇവിടെ അപ്പോൾ താമസിക്കണം എന്നൊക്കെ മനുവിനോട് പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, മോളോട് താമസിച്ചിട്ട് എത്ര നാളായി, ഒരു ദിവസം മോളോട് നിൽക്കണേ. തീർച്ചയായിട്ടും ഞാൻ വരും മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ്. മനുവാളുടെ പിന്നാലെ തന്നെ സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ടേ. കമല ഇതൊക്കെ കണ്ട് അന്താളിച്ച് നിൽക്കുകയാണ്. ഓ, അവളൊന്ന് കാറൊന്ന് കാണുമായിരുന്നു. കോടികൾ വഴിയുള്ള കാറില്ല അവളൊന്ന് ഇറങ്ങിയത്. അത് പിന്നെ അവളുടെ സ്വന്തം പപ്പയല്ലേ ഇപ്പോൾ ഉള്ളത്. അവൾക്ക് വേണ്ടി എന്തും ചെയ്യുമല്ലോ. പിന്നെ പപ്പ അതൊക്കെ കള്ളം പറഞ്ഞാണെന്നേ വൈജിനോട് പറഞ്ഞു. വൈജി പറഞ്ഞാണോ നിനക്ക് വിശ്വാസം? അവൾ പറഞ്ഞ് മാത്രം നീ കേൾക്കുള്ളൂ എന്ന് ചോദിക്കുമ്പം, എങ്കിലും അവൾ പറഞ്ഞൊരു കാര്യമൊക്കെ ഇല്ലേ? ഇല്ല, ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന അങ്ങനെ അവിടെ നിന്നതിന് ശേഷം പാലയിലെ ആ ഒരു ഹോട്ടലിലേക്ക് പോവാണ്. അവിടെ പോയി സ്റ്റാലിയെ കൂട്ടുന്നുണ്ട്. മനുവിന് വലിയ സന്തോഷമായി. അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ വന്നവൾ ഇറങ്ങിയല്ലോ, അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വേലക്കാരിയായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്ന അലീന ഇത്രയും നല്ല വില കൂടിയ വസ്ത്രവും കാറും എല്ലാം അണിഞ്ഞ് സന്തോഷത്തോടെ പോകുന്ന കണ്ടിട്ട് മനുവിന് വളരെ സന്തോഷമാവുന്നുണ്ട്. മുത്തശ്ശിയോടും പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം മനു പറയാണ്. അവളിപ്പോൾ ഒരുപാട് സന്തോഷമാണ്, ആ സന്തോഷം എന്ന് നിലനിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പാലിലേക്ക് ഹോട്ടലിൽ പോയിട്ട് സ്റ്റാലിനെയും കൂട്ടിക്കൊണ്ട് നേരെ ഇവർ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് എറണാകുളത്തേക്ക് പോവാണ്. അവിടുത്തെ വിശേഷങ്ങളെല്ലാം സ്റ്റാലിനോട് അലീന പറയുന്നുണ്ട്. വൈദ്യരുടെ വീട്ടിലെ കാര്യങ്ങളും കൊല്ലപ്പള്ളിയിലെ കാര്യങ്ങളും എല്ലാം പറയാണ്. അങ്ങനെ രേവതിക്കുട്ടിയെ വിളിച്ചറിയിച്ച് ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി അലീന വരുന്നത് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്കും കാറും നിൽക്കുന്നത്. അലീനയുടെ ആ ഡ്രൈവിങ്ങും ആ രൂപവും കാറും എല്ലാം കണ്ട ഗ്രേസിനും മാമച്ചനും രേവതിക്കുട്ടിയൊക്കെ അന്താളിച്ച് നിൽക്കുകയാണ്. അവിടെ നല്ലൊരു ഷോക്ക് തന്നെ അലീന കൊടുക്കുന്നുണ്ട്. അവൾക്ക് വാങ്ങിയ സമ്മാനപ്പൊതികളൊക്കെ ആയിട്ട് അലീന അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അന്നൊരു ദിവസം സ്റ്റാൻലിയും അലീനയും അവിടെ സ്റ്റേ ചെയ്യാൻ കേട്ടോ. ഗ്രേസിനും മാമച്ചനും നല്ല ആൾക്കാരാണെന്നും അതുപോലെ ഇത്രയും ശുദ്ധമായ ആൾക്കാരാണെന്നൊക്കെ സ്റ്റാൻലി അവരോട് പറയുന്നുണ്ട്. അലീനയെക്കുറിച്ചും വൈജിയെക്കുറിച്ചുമുള്ള കാര്യങ്ങളെല്ലാം അവർ ഡിസ്കസ് ചെയ്യാണ്. ഇനി അലീനയുടെ മുമ്പോട്ടുള്ള ഭാവിയെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. അലീന രേവതിക്കുട്ടിയും ഒരുപാട് നാൾക്ക് ശേഷം കണ്ടതാണല്ലോ. അവർ ഒരു മുറിയിൽ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. സ്റ്റാൻലിക്ക് മുകളിലത്തെ മുറിയാണ് അവർ കൊടുക്കുന്നത്. ആ മുറിയിൽ സ്റ്റാൻലിയും കിടന്നുറങ്ങുകയാണ്. മറ്റൊരു വീട്ടിലും പോയി കിടക്കാണെന്ന് സ്റ്റാൻലിക്ക് അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. പക്ഷെ അലീനയുടെ കൂടെ കുഞ്ഞിന് ശേഷം അങ്ങനെയൊന്നുമല്ല, സ്റ്റാൻലിക്കും ഒരുപാട് മാറ്റമായി.
വൈജ നമ്മുടെ അലീന ആ കാര്യവും നമ്മുടെ മാമച്ചനോടൊക്കെ പറയാണ്. മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും എന്തായാലും അവർക്കൊല്ല ഹാപ്പി ആവുന്നുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണേലും അലീനയുടെ പപ്പനെ കണ്ടെത്താനായല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇത് കുറച്ചുകൂടി നേരത്തെ ആക്കേണ്ടതായിരുന്നു. അയാൾ കുറെ കാലം കൊണ്ട് ഒറ്റയ്ക്കല്ലേ, താൻ ചെറുപ്പത്തിൽ അങ്ങ് ചെല്ലുമായിരുന്നെങ്കിൽ അയാളെ സ്വീകരിച്ചേനെ. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം തനിക്ക് ദുരിതം അനുഭവിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് മാമച്ചനും ഗ്രേസമ്മയും പറയുമ്പോൾ രേവതിക്കുട്ടി പറയാണ്, അതിനൊക്കെ ഓരോ സമയമില്ലേ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്നെ ദത്തെടുത്ത് വന്നപ്പോൾ തന്നെ എങ്ങനെയാ എൻ്റെ അച്ഛൻ എന്നെ അന്വേഷിക്കുന്നത്, അതുപോലെയുള്ളൂ ഇതും, ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്നവർ പറയാണ്. അങ്ങനെ എറണാകുളത്തും ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് അവൻ അന്നത്തെ ദിവസം സ്റ്റേജിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കുളത്തപ്പുഴയ്ക്ക് തിരിച്ചു പോവാണ്. പോയതിനു ശേഷം ഗ്രേസമ്മയോട് മാമച്ചൻ പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ആ കുട്ടിക്ക് നല്ല ജീവിതം കിട്ടിയല്ലോ. ഇത്രയും കാലം അവിടുത്തെ അടുക്കളക്കാരായിട്ട് നിൽക്കല്ലായിരുന്നോ, സ്വന്തം അമ്മ പോലും അവളെ തിരിച്ചറിഞ്ഞില്ല. ഇപ്പം എന്തായാലും സ്വന്തം അച്ഛൻ അവളെ തിരിച്ചറിഞ്ഞല്ലോ, അവളുടെ ജീവിതം തന്നെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ ഹൈപ്പും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.